ഒന്ന് മാറ്. ഫോൺ ചെയ്യാൻ പറ്റില്ല. ഫോൺ പറയടാ. കുഞ്ഞോ കുഞ്ഞിനങ്ങ് കരയുക. ഒരു സമാധാനം തരത്തില്ലെന്നേ. ഫോൺ നന്നായി എടുക്കാൻ പറ്റില്ല. ഇല്ല, അടുത്താഴ്ച വരുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞു കുഞ്ഞോ, ഞാനിപ്പോ കുഞ്ഞിനെ എന്ത് ചെയ്യും? എന്നാ കുഞ്ഞിനെയും കൂടെ അല്ലേ കൂടെ കൊണ്ടുവരാൻ പറ്റൂ. കുഞ്ഞില്ലാതെ ഇവിടെ തന്നെ ഇറങ്ങാനും പറ്റത്തില്ല. ഞാനിപ്പോ എന്ത് ചെയ്യും? എനിക്ക് ആകെ ടെൻഷനാണ്. പറ. ഞാൻ പറഞ്ഞു മോളങ്ങ് പോ. അങ്ങ് പോ മോളെ. അമ്മ വരെ അങ്ങ് പോ. പറ. ഫുഡൊക്കെ കഴിച്ചോ? ഇല്ല. കുഞ്ഞിനെ വിട്ടിട്ട് എനിക്കങ്ങ് ഭയങ്കര ടെൻഷൻ. കുഞ്ഞ് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുവോ? എന്നെ വിട്ട് മാറുന്നേ ഇല്ലടോ. ഞാൻ കുഞ്ഞിനെയും കൂടെ കൊണ്ടുവരട്ടെ? എനിക്ക് എന്റെ മുഖത്ത് നോക്കിയിട്ട് സങ്കടം വരുന്നു. ഞാൻ എങ്ങനെ ഇട്ടിട്ട് വരും? കുഞ്ഞിനെ കൊണ്ടുവരണ്ടോ? എടാ, കുഞ്ഞിനെ ഇട്ടിട്ട് വന്ന പ്രശ്നമാവില്ലേ? അവൾ എന്നെ കിടന്നിട്ട് കൊച്ചിനെ ഞാൻ എങ്ങനെ കളഞ്ഞു? അങ്ങനെ പറയില്ലേടാ. നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെയും നീ ഏറ്റെടുക്കൂലേ? എന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ ഇട്ടിട്ട് വരും? പാവയില്ലേടാ. നിനക്ക് എന്നോട് ആത്മാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെയും കൂടെ എടുക്കടാ. ഞാൻ എന്റെ കുഞ്ഞിനെയും കൂടെ കൂട്ടിക്കോട്ടെ? ഇല്ല, കുഴപ്പമൊന്നും വരത്തില്ല. എന്റെ കുഞ്ഞുമോളെ വിട്ടിട്ട് എനിക്ക് വരാനുള്ള മനസ്സില്ലടോ. എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞിനെ കളഞ്ഞിട്ട് ഞാൻ എങ്ങനെ വരും? എന്റെ കുഞ്ഞ് ശരി പറഞ്ഞു. സിനിമയ്ക്കോ? നാളെ ഇറങ്ങാൻ പറ്റത്തില്ല, നോക്കട്ടെ. നിങ്ങളെന്താ ഇവിടെ ഒളിച്ചു കേൾക്കുന്നേ? നിങ്ങളെന്താ ഇവിടെ ഒത്തു കേൾക്കുന്നോ? നീ ഈ കുഞ്ഞിനെ നോക്കാതെയും കാണാതെയും എന്തോത്തിനാ ഇങ്ങനെ ഈ ഫോൺ എടുത്തു വെച്ചുകൊണ്ട് നടക്കുന്നത്? കുഞ്ഞ് എന്റെ അടുത്തല്ലേ നിന്നേ? നിങ്ങൾ വന്ന് ഈ ഒളിച്ചു കേൾക്കുന്നത് ശരിയൊന്നും അല്ല. ബെഡ്റൂമിന്റെ അവിടെ വന്ന് എന്തിനാ നിങ്ങൾ ഒളിച്ചു കേൾക്കുന്നത്? വാരി കൊടുക്കണ്ട കേട്ടോ, ഇങ്ങനൊന്നും ചെയ്യില്ല കേട്ടോ. ബെഡ്റൂമിന്റെ അവിടെ നിന്നാ ഒളിച്ചു കേൾക്കുന്നത്. എപ്പോ ഇവിടുന്നോ? ഹലോ. ഞാൻ അറിഞ്ഞില്ല, കിച്ചണിലായിരുന്നു. എപ്പോഴാ? ഇനി ഞാൻ സിനിമയ്ക്കൊന്നും വരാൻ പറ്റില്ല. എന്നെ ഇവിടെ വിടില്ല. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞു കിടന്ന് കരയും. ഇതെങ്ങനെ പറ്റും? കുഞ്ഞുള്ളത് ശല്യോ അങ്ങനൊന്നും പറയല്ലേ. എന്റെ കുഞ്ഞല്ലേ. പിന്നെ എനിക്ക് കാണാൻ തോന്നുന്നു കേട്ടോ. സത്യം. ഉള്ളിലെ ഉറക്കത്തിൽ ഇപ്പൊ ആ മുഖം മാത്രമേ ഉള്ളൂ. എനിക്കൊന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല. ഇന്ന് പോവാനോ? എന്റെ കുഞ്ഞിനെയും കൂടെ എന്നെ ഏറ്റെടുക്കും. എന്റെ കുഞ്ഞിനെയും കൂടെ ഞാൻ കൊണ്ടുവരട്ടെ? കുഞ്ഞില്ലാത്ത ഒരു ജീവിതം എനിക്ക് ഓർക്കാൻ പോലും ഇല്ല.
മോളെ ഇവിടെ ആ പൗഡറെല്ലാം എടുത്തിട്ട് മൊത്തം ഇതാക്കും. ആ അമ്മച്ചിയോട് നിൽക്കുക. ആ പിന്നെ സമയം കിട്ടി ഞാൻ വിളിക്കാം. ഓക്കെ ഞാൻ വിളിക്കാടാ. മാമി മാമി അപ്പുറത്തുണ്ട്. എപ്പോഴെങ്കിലും വിളിക്കല്ലോ. അവർക്ക് ഡൗട്ട് വന്നു കേട്ടോ. ഓ ശരി, ഞാൻ പുറത്തു പോയി നോക്കട്ടെ അവരവിടെ നിൽക്കുന്നു. മാമി ഭയങ്കര സാധനമാണ്. എപ്പോ വിളിച്ചാലും നിന്ന് നോക്കുന്നു. ഓ മാമി എവിടെങ്ങാനും ഉണ്ടോ നോക്കട്ടെ. ആ ശരി. ഇല്ല, അക്കൗണ്ടിലൊന്നും ഇല്ല. മോളെ പാത്തു അച്ഛയുടെ പൊന്നുമോള് വാ. എന്റെ കുഞ്ഞിനെ വിട്ടിട്ട് വരുന്ന കാര്യം ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ മോളും ഞാൻ വന്നു കഴിഞ്ഞ എന്റെ മോൾ അനാഥയായി പോയി. എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. കുഞ്ഞിനെ കൂടെ കൊണ്ടുവരട്ടെ. പ്ലീസ് എന്റെ മോളെയും കൂടെ, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിനെയും കൂടെ ഏറ്റെടുക്കും. പറ്റില്ലേ? ഞാൻ പിന്നെ ഈ കുഞ്ഞിനെ വിട്ടിട്ട് എങ്ങനെ വരും? ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞാൽ കുഞ്ഞ് എന്റെ കൂടെ തന്നെ ഉണ്ട്. ശരി, മാമ അവർ കാര്യം പറയുന്നത് തോന്നി വെക്കട്ടെ, പിന്നെ വിളിക്കാം. ഓക്കെ. ഇതെന്തോ കാണിച്ചേ? ഇതെന്തോ മോളെ കാണിച്ചേ? ഈ പൗഡറെല്ലാം കൂടെ വാരി തട്ടിയിട്ട് ആരാ പറഞ്ഞേ? ഇതെന്തോ കാണിച്ചേ? അപ്പോൾ കരയുണ്ടായിരുന്നു. കരഞ്ഞ മാമായ മമ്മി അതൊക്കെ അവരിനി നാളെ വിളിച്ച് പറഞ്ഞു കൊടുക്കും മോളെ എടുത്ത് കളിച്ചെന്നും പറഞ്ഞു. കരയും നമ്മള് കരയില്ലേ? ഒന്നാമത് ഉമ്മച്ചി ഇവിടെ വളരെ സങ്കടത്തോടെ ജീവിക്കുന്നത്. മോളെ വാപ്പ പ്രവാസിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ നമ്മളെ വിളിക്കുകയോ ഒന്നും ചെയ്തില്ല. പാപ്പച്ചിക്ക് ഉമ്മച്ചിയും പാപ്പായും മാത്രം മതി, നമ്മളെ വേണ്ട. നമുക്ക് എങ്ങോട്ടെങ്കിലും പോയേക്കാം. നോക്കിട്ട് ആ കിളവി വന്നുണ്ടെന്നാണ് നിന്ന് കേൾക്കാൻ പറയുന്നത്. എന്റെ കുഞ്ഞ് കരയോ ചിരിക്കയോ എന്തും ചെയ്യും. നിങ്ങൾക്ക് എന്താ വേണം? ആ കുഞ്ഞിന് ചെയ്തു. നിങ്ങൾ പോ, നിങ്ങൾ പോ, നിങ്ങൾ പോ, നിങ്ങൾ പോ. എന്റെ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് തന്നെയൊന്നുമില്ല. ചുമ്മാ അതിന്റെ കാര്യം ഒരു ഫോൺ എടുത്ത് വെച്ചോണ്ട് ഇത് ആർക്കാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? പിന്നെ ഫോൺ എടുത്ത് ഇരിക്കുന്ന ആരെങ്കിലും ഫോൺ കുഞ്ഞിനെ നോക്കാൻ നിനക്ക് സമയമുണ്ടോ പെണ്ണേ? കുഞ്ഞിന് ഞാനല്ലാതെ നിങ്ങളാണോ നോക്കുന്നേ? ഇത് കൊള്ളാമില്ല മോളെ. കുഞ്ഞ് ഡൈനിങ് പുറത്ത് പോയി കയറുന്നു, സ്റ്റെയർകേഴ്സിൽ പോയി കയറുന്നു. വീണാല് എന്തായി തീരും? കുഞ്ഞിനെ നോക്കാൻ നിനക്ക് സമയമില്ല. പിന്നെ കുഞ്ഞിനെ ഞാനല്ലാതെ നിങ്ങളല്ലേ നോക്കുന്നേ? എന്നാ കൊണ്ടുപോയിട്ട് നോക്കൂ, ഞാനങ്ങ് പോയി തരാം. കൊണ്ടുപോയിട്ട് നോക്കൂ. ആ എന്നാ കൊണ്ടുപോയിട്ട് നോക്കൂ. കുഞ്ഞിനെ അപ്പൊ കൊണ്ടുപോയിട്ട് നോക്കൂ. പോവല്ലേ, അവളുടെ കൂടെ പോവല്ലേ? അവൾ അടിക്കും. അവൾ നോക്കത്തില്ല മോനെ, അവൾ നോക്കത്തില്ല, മക്കളെ നോക്കത്തില്ല. അവിടെ ഇവിടെയും കൊണ്ട് ഇട്ടേമേച്ച് പിന്നെ കുഞ്ഞിനെ അവള് നോക്കത്തില്ല. ഒരു സമയത്തും കുഞ്ഞിനെ നോക്കത്തില്ല. 24 മണിക്കൂർ അവർക്ക് ഫോൺ വിളിയാ. 24 മണിക്കൂറും ഫോൺ വിളിയാ. അത് ചോദിച്ച് തിരക്കി മനസ്സിലാക്കി.
സംസാരവും അലപ്പും ബഹളവും ഒന്നും ശരിയായ കാര്യങ്ങളോ എപ്പോഴും മണിക്കൂറും ഫോൺ വിളിയാ. പിള്ളേരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ 2-3 വയസ്സിൽ താഴെയുള്ള നോക്കേണ്ട കാര്യങ്ങളുണ്ട്. നോക്കിയില്ലെങ്കിൽ ഓരോക്കെ സംഭവിക്കുന്ന ഓരോ ദിവസവും കണ്ടോണ്ടിരിക്കുക, ടിവിയിലും വാർത്തയിലും എല്ലാം കണ്ടോണ്ടിരിക്കുന്ന സംഭവങ്ങൾ. നിങ്ങളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ കിടക്കുന്ന സാധനങ്ങളിൽ തട്ടിയും മുട്ടിയും ചെയ്താൽ മതി. ഓരോ അനുഷ്ഠിച്ച സംഭവങ്ങൾ ഉണ്ടാവാം. കുഞ്ഞിന് ഇതുവരെ കിടന്ന് കരയുമല്ലോ. അതിപ്പോ 24 മണിക്കൂർ നിനക്ക് ഫോൺ വിളിയല്ലേ. ഇത് ആർക്കെങ്ങനെ വിളിക്കുന്നതിന് അറിയണ്ടല്ലോ. വീട്ടുകാരും ഇങ്ങനെ പേര് പറഞ്ഞാൽ മതി. മാനേഴ്സ് ഇല്ലാതെ കാണിക്കില്ലേ? ഇങ്ങനെ വന്ന് ഡോറിന്റെ അടുത്താണ് ഒളിഞ്ഞ് പാത്ത് നിൽക്കുന്നത്. എല്ലാം മനസ്സിലായി. കുഞ്ഞ് കരഞ്ഞിട്ടല്ലേ നോക്കിയത്? കുഞ്ഞ് കരഞ്ഞിട്ടല്ലേ അഭിപ്രായം പറഞ്ഞത്? അത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവനെ വിളിച്ചറിയിക്കണേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. അല്ല, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടായോ? ഇവളിങ്ങനെ കാണിക്കുന്നതിന് പിന്നെ പരിഹാരം ഉണ്ടാക്കണ്ടായോ? അവിടെ കുറേ നടക്കുക ഈ കുഞ്ഞു. അവിടെ പുറവഴിയാ നടക്കുക. എത്ര അവള് പെടുത്തിയാലും ആ കുഞ്ഞ് അവിടെ കുറയാണ് നടക്കുന്നത്. ഇതൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി വീട്ടിനകത്ത് അലങ്കോലങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കല്ലേ. വീട്ടിനകത്ത് ഒരു ഭവനത്തിനകത്ത് ഇതിനുള്ള സാധനങ്ങൾ പിന്നെ കൊല്ലാനും എടുക്കാനും പറ്റിക്കൊണ്ടിരിക്കുക. മണിക്കൂറും ഇത് തന്നെ. ഈ ഫോണാ ഇവിടെ ചാപ്പാട് മൊത്തം. ഈ ചാപ്പാട് മൊത്തവും എവിടെ തിന്നു കുടിക്കുന്നത് മൊത്തം ഫോണിൽ കൂടെയാ. ഈ കുഞ്ഞിന് വല്ലതും അതിന്റെ ജീവനൊന്നും കിടക്കണ്ടായോ? ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വീഡിയോ കോൾ വരാം കേട്ടോ. അപ്പൊ ശരിയാവൂല. ഈ കുഞ്ഞിന്റെ വയറ്റിന് വല്ല ജീവൻ കിടക്കണോ? വയറ്റിന് വല്ല. നിങ്ങൾ ഇത്ര നേരം അവിടെ ഇരുന്നല്ലോ. നിങ്ങൾ വല്ലതും കൊടുത്തോ? നിങ്ങൾ എപ്പോഴും കൊണ്ടുപോയി അവിടെ മടിക്കകത്ത് ഒതുക്കി വെക്കും. നിങ്ങൾക്ക് കൈ ഉണ്ടല്ലോ എന്ന് എടുത്ത് കൊടുക്കാമല്ലോ. എവിടാ? അമ്മച്ചിയുടെ കൂടെ വരുന്നില്ല. നിങ്ങൾ പോയി നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നോക്കുന്നതല്ല മോന്റെ പണത്തിന് വേണ്ടി മാത്രമേ. മോന്റെ പണം കിട്ടുന്നതിന് വേണ്ടി മാത്രമേ നിങ്ങൾ നോക്കുന്നത്. അവിടെ എന്നെ ഉപദ്രവിക്കരുത്. പൊക്കണം കേട്ടോ. പൊക്കണം. എന്നെ ഇങ്ങോട്ട് അടിക്കുകയും ചെയ്യുന്നു. പൊക്കാണത്. തരത്തില്ല. നിങ്ങൾക്ക് ആ പേര് പറയേണ്ട. മോന്റെ പണമെല്ലാം നിങ്ങളുടെ പേരിലല്ലേ വരുന്നത്. എനിക്കല്ലേ അയച്ചു തരുന്നത്. എന്നെ കെട്ടി ഇത്രയും വർഷമായി ഒരു നൈറ്റ് എന്റെ കെട്ടിയിൽ എനിക്ക് എടുത്തു തന്നിട്ടില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ഡ്രസ് എടുത്തു തന്നിട്ടില്ല. 10 പൈസ ഞങ്ങൾക്കൊന്നും പറഞ്ഞ് തരുന്നില്ല. എല്ലാം ഇടിപ്പിച്ചൊരുകയും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് തരുന്നു. പിന്നെ ഞങ്ങൾ എന്തിനു നോക്കണം? ഇതൊന്നും ഒരു കുടുംബജീവിതമല്ല. ഇങ്ങനെ സ്വന്തം കഴിവില്ലാത്തവരെ പിടിച്ച് എന്തിനാ എന്നെ കെട്ടിച്ചു വെച്ചത്? ആണോ? അതോടുകൂടി മക്കൾ വരാനുള്ള നിങ്ങൾ പോകണേ. എന്റെ മുന്നിൽ തൊടണ്ട. അപ്പൊ പോന്നില്ല. എപ്പ എന്ത് പറഞ്ഞാലും ഇറങ്ങിപ്പോ. ഞാൻ വേണ്ടി മുതലും കൊണ്ടാണ് ഇവിടെ വന്നത്. ഓസിന് കയറി വന്നതല്ല. ഇഷ്ടം പോലെ മുതലുമായിട്ടാ. എന്റെ കയ്യിലൊന്നും ഇല്ല. നിങ്ങളുടെ മോൻ ഗൾഫിൽ പോകുന്നതിന് വേണ്ടി എല്ലാം എടുത്തില്ല. കാമുകന് കൊടുത്തു. ഏത് കാമുകനാ? കാമുകൻ. അനാവശ്യം പറയരുത് കേട്ടല്ലോ. കാമുകൻ. പിന്നെന്തിയെ ഞങ്ങള് കാണുന്നില്ലല്ലോ. നിനക്ക് തന്ന മുതലൊന്നും. മുതല് നിങ്ങളുടെ മോൻ കൊണ്ടുപോയി ഗൾഫിൽ പോകാൻ. നിങ്ങളുടെ മോൻ 10 പൈസ എന്റെ കെട്ടിയെന്ന് പറഞ്ഞ ഒരു
മിഠായിട്ട് പോകില്ല. ഇവിടെ സ്വത്ത് പിടിക്കാന് സ്വത്ത് പിടിക്കാൻ എനിക്ക് ആരുടെ സ്വത്ത് തന്നിട്ടില്ല. ആ ഞാൻ അങ്ങനെ മാറിപ്പോയി. ഓ അങ്ങോട്ട് മോള് വരുന്നില്ല. അപ്പൊ എന്റെ കുഞ്ഞ് വിശന്ന് കിടക്കുക. മോള് വരുന്നില്ല. മാറി കൊന്നാ പോലെ ചെയ്യുക. ആടെ മനുഷ്യ ഈ കുഞ്ഞിനെ ഇട്ട് അവള് പെടാപ്പാട് മൊത്തം പെടുത്തി. എവിടെ പെടുത്തി? എന്തോ പെടുത്തി? പെടാപ്പാട് മൊത്തം പെടുത്തി. ചുമ്മാ ഞാൻ ഇരിക്കുന്നിടത്ത് വന്ന് ഇങ്ങനെ എപ്പോഴും ഡോറിൽ ഒളിഞ്ഞു നോക്കുക, കയറി കയറി വന്ന് കുറ്റപ്പെടുത്തി സംസാരിക്കുക. എന്തിനാ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അല്ല, എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. ഞാനൊക്കെ പോയേക്കാം. എന്നാ കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി വളർത്തയോ കൊല്ലയോ എന്തോ ചെയ്തോ? മോളെ മോളിങ് വാ. പാത്തു മോളെ. പാത്തുവേ മോളെ. മോളെ പാത്തു മോളെ. എന്റെ മോളെ ഇങ്ങത്താ. എന്റെ മോളെ ഇങ്ങത്താ. പാത്തു പാത്തുവേ. പാത്തു പാത്തുവേ മോളെ. മക്കള് വാ. എന്റെ മോള് വാ. മാറങ്ങോട്ട്. എന്റെ കുഞ്ഞിനെ നിങ്ങൾ എന്ത് ചെയ്തത്? വാ മക്കള് വാ. എന്റെ മോള് വാ. അത് വിഷമവിടെ കിടക്കുന്നത് മയങ്ങി 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 മാറങ്ങോട്ട്. മയങ്ങി 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 അത് വീഴുന്നത്. നീ അതിനെ കൊല്ലടി. കൊല്ല്. നമ്മളെ കൊല്ല്. നിനക്ക് നിന്റെ കാമുകന്റെ കൂടെ പോകാം. ആ കാമുകന്റെ കൂടെ പോയി. നിനക്ക് നിന്റെ കാമുകന്റെ കൂടെ പോകല്ലേ എന്റെ റൂമിൽ നിന്ന്. കൊല്ലിയ മോളെ. മക്കളെ അവക്ക് വേറെ പാത്തുവേ അനാവശ്യം പോകണേ അങ്ങോട്ട്. പോകണേ അങ്ങോട്ട് ഇറങ്ങി. പോകണേ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങി. പോകാനാ മതി. റൂമിൽ നിന്ന് ഇറങ്ങി പോകണേ അങ്ങോട്ട്. പോകണേ അങ്ങോട്ട്. എന്റെ റൂമിൽ നിന്ന്. Get out. I say get out. എന്റെ കുഞ്ഞിനെ I say get out. ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോട്ടെ. കുഞ്ഞിനെ ഇല്ല. പോകണേ അങ്ങോട്ട്. പോകണേ. തുറക്കരുത് ഡോറ്. നിങ്ങളോട് എന്നെ പറഞ്ഞ് ഇറങ്ങിപ്പോവാൻ. മയങ്ങി എന്റെ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിങ്ങളെ ഇവിടെ വിളിച്ചില്ല. നിങ്ങൾ പോയി അങ്ങോട്ട്. പോയി മോനോട് നുണ പറഞ്ഞോട്. ഈ തരവാണോ എന്റെ കുഞ്ഞിരുന്നത്? ഇങ്ങനെ വരുന്ന താളായി ഒന്ന് ഇറങ്ങി പോകുന്നുണ്ട് എന്റെ റൂമിൽ. ഞങ്ങൾ ഇറങ്ങി പോകുന്നുണ്ട്. ഞങ്ങളെ ജീവിക്കാൻ വിടാതെ പോകുന്നുണ്ട്. ഒന്നും കുറെ പൊക്കോളം കേട്ടോ. ഇറങ്ങി പോകുന്നുണ്ട് അങ്ങോട്ട്. പോകുന്നുണ്ട് അങ്ങോട്ട് ഇറങ്ങി. നിങ്ങളുടെ വീട്ടിൽ ഞാൻ പോകണം. പോക്കോ. ഹലോ എടാ നീ ഒന്ന് വരുമോ? എനിക്കിവിടെ പറ്റുന്നില്ല. എനിക്ക് ഒട്ടും പിടിച്ചിരിക്കാൻ വയ്യ. ഞാൻ ഈ കുഞ്ഞിന്റെ പേര് കിടന്ന് ഇനി എനിക്കിവിടെ ക്രൂരത അനുഭവിക്കാൻ വയ്യ. ഞാൻ ഡ്രസ്സോട് എടുത്ത് പാക്ക് ചെയ്യാം. എന്നെ വന്നൊന്ന് കൊണ്ടുപോടാ പ്ലീസ്. ഞാൻ കുഞ്ഞിനെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. എനിക്ക് ജീവിക്കണ്ട. ഒന്നെങ്കിൽ എൻ്റെ കൂടെ വരണം. നിന്നോടൊപ്പം ജീവിക്കണം. ഇല്ലെങ്കിൽ മരിക്കണം. ഞാൻ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാം. കുഞ്ഞിനെ കൊണ്ടുവരുന്നില്ലെങ്കിൽ കൊണ്ടുവരുന്നില്ല. നിങ്ങളൊന്ന് പോകാനല്ലേ? നിങ്ങളൊന്ന് പോകാനായിരുന്നു. നിങ്ങളൊന്ന് പോകുന്നു പറഞ്ഞില്ലേ? എനിക്ക് കിളവി ഒരു സമാധാനം തരത്തില്ല. എനിക്ക് ഒന്നും പോകണ്ട. എനിക്ക് ഒരിടത്തും പോകണ്ടായിരുന്നു. കുഞ്ഞിനെ ഇങ്ങനെ റെഡിയാക്കി തരണം. എനിക്ക് കുഞ്ഞ് കാണുന്നില്ല. എനിക്കൊരു സമാധാനം തരുള്ളൂ. ഓർക്കാൻ വയ്യ. എനിക്കൊന്നും വയ്യ. മോളെ കുഞ്ഞുമോളെ അമ്മച്ചിക്ക് വേറൊരു വഴിയില്ല. അമ്മച്ചി പോട്ടേടാ മോളെ. അമ്മച്ചി പോട്ടേടാ. അമ്മച്ചി പോട്ടേടാ ചക്കരെ. അമ്മച്ചിക്ക് ഒരു വഴിയില്ല. എന്ത് ചെയ്യാം? മോളെ പാത്തുവേ. അല്ല
പറയുന്നത്? എനിക്ക് ഫോണിരിക്കുന്ന ഫോൺ വിളിക്കാൻ നോക്കണ്ട, എടുക്കണ്ട. അവരെ നോക്കും, അവരെ നോക്കും, പോ. അവരെ നോക്കും, അവരെ നോക്കും. വഴക്ക് പറയാൻ പറ്റത്തില്ല, ഒന്ന് അടിക്കാൻ പറ്റത്തില്ല, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തുവാ ഇത്? വിളിച്ച് 1-9 ഗവൺമെന്റ് വിളിച്ച് പറഞ്ഞു കൊടുത്ത് ചെലവിന് പോയി മുടക്കിച്ച്. ആ പെണ്ണ് കുഞ്ഞിനെ നോക്കത്തില്ല. കുഞ്ഞിനെ നോക്കിക്കോണേ, കുഞ്ഞിനെ നോക്കിക്കോണേ. നമ്മൾ എപ്പോഴും ഞങ്ങളോടാ വിളിച്ച് പറയുന്നത്, നിന്നോടല്ല. നീ ഓരോ കാമുകന്മാർക്ക് നീ ഫോൺ വിളിച്ച് പിന്നെ രസിച്ചോണ്ടിരിക്കുന്ന പെണ്ണ് എങ്ങനെയാ കുഞ്ഞിനെ നോക്കും? എങ്ങനെ നോക്കുമെന്നാ? ആ പിന്നെന്തുവാ ഇത് ഞങ്ങൾ കേൾക്കുന്നതും കാണുന്നതും? ഞങ്ങൾക്കറിയാം ഇതല്ല നിന്റെ ട്രിക്ക് വേലകളല്ല. ആ നിങ്ങൾക്കെല്ലാം മനസ്സിലായി. ആ കുഞ്ഞിന് ഇതും വരെ ആയിട്ട് ഒരു വക കൊടുത്തിട്ടില്ല. നിങ്ങൾ ഇത്രയും നേരം ഇവിടെ ചുമ്മാ ഇരുന്നില്ല, നിങ്ങൾക്ക് എടുത്ത് കൊടുത്തൂടെ? ഇത്രയും നേരം ഇവിടെ ചുമ്മാ ഇരുന്നില്ലേ? നിങ്ങൾക്ക് എടുത്ത് കൊടുത്തൂടെ? എന്റേതായ കാര്യങ്ങളുണ്ട്. ഞാൻ പോണം. വെക്കാൻ തോന്നുന്നു. മക്കളെ അമ്മ ഇപ്പൊ വരാം. അവള് മോനെ കൊന്നു. അമ്മ ഇപ്പൊ വരാം. മക്കളെ അമ്മ ഇപ്പൊ വരാം മോളെ. കുഞ്ഞു വാ മോനെ. വാ മോളെ. അവള് മോളെ നോക്കത്തില്ല, കൊണ്ടുപോകത്തില്ല. നീ വാ മക്കളിനി വാ. അന്നേരെ ബാപ്പുമാരുടെ അടുത്ത് വന്നേരെ. വാ മോനെ, ബാപ്പുമാരുടെ അടുത്ത് വന്നേരെ. എന്തായാലും ഏത് വിധത്തിലായാലും ഞാനല്ല കഷ്ടപ്പെടാനുള്ളൂ. അവക്കിങ്ങനെ മേയ്ക്കാൻ നടക്കാം. അവർക്ക് കള്ളക്കാമുകന്മാർക്ക് ഫോണും ചെയ്ത് രസിച്ച് ഉല്ലരിച്ച് വീട്ടിൽ ചെയ്യണ്ട, ചോറ് വെക്കണ്ട, കുഞ്ഞുങ്ങളുടെ കാര്യം അറിയണ്ട, കുഞ്ഞുങ്ങളുടെ കാര്യം അറിയണ്ട, കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങൾ കാര്യങ്ങളും അറിയണ്ട, ഒന്നും അറിയണ്ട. പിന്നെ നീ ഈ പാടുപെടുന്ന എന്തോ ഞാൻ എന്താ വേണമെന്നാ എനിക്ക് ഒരു കാലത്തിന് അയ്യോ രണ്ടിടി ഇടിക്കുമ്പോ തീർന്നല്ല. അയ്യോ ഞങ്ങളെ ഭയപ്പെടുത്താതെ, ഞങ്ങളെ പേടിപ്പിക്കാതെ. ഞങ്ങൾക്കിത് ഉള്ളതാ കാമുകന്മാരുടെ ഓർമ്മ വരുമ്പോ. സൂക്ഷിച്ച് സംസാരിക്കണം, സൂക്ഷിച്ച് സംസാരിക്കണം. ഏത് കാമുകനെ വിളിക്കുന്നത്? നിങ്ങൾ വല്ലവരും ഉണ്ടാക്കി തന്നോ? നിങ്ങളുടെ മോൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ രാത്രി ബെഡ്റൂമിന്റെ അവിടെ പായിട്ട് കിടക്കുന്ന ഒളിച്ചു നോക്കത്തില്ല. നിങ്ങളല്ലേ അഹങ്കാരം കാണിക്കുന്നത്? ഒരു കുഞ്ഞുണ്ട്, ഈ കുഞ്ഞു കാരണം എനിക്ക് എന്റെ ജീവിതം മൊത്തം പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഞാൻ വീട്ടിൽ പ്രവൃത്തികൾ മൊത്തത്തില് ഇങ്ങനൊക്കെ കാണിക്കുന്നത് ഞങ്ങളെ ഭയപ്പെടുത്തി കാമുകന്മാർക്ക് ഫോണിൽ കൂടെ 24 മണിക്കൂറും ഫോണിൽ കൂടെ സൊള്ളക്കവ. എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഇത്രയും കാമുകന്മാരെ ഫാത്തിമോ ഇവിടെ വാ. അവള് മോളെ നോക്കത്തില്ല. ഇവിടുത്തെ ഒരു തന്തയുണ്ട്. ചോദ്യക്കത്തില്ല, പറയത്തില്ല, യാതൊന്നും ചെയ്യത്തില്ല. അവൾക്ക് അതിന് കൊള്ളാം. അവൻ വെളിനാട്ടിൽ നിൽക്കുന്നവൻ്റെ അടുത്ത് ഗൾഫിൽ നിൽക്കുന്നവനോട് നമ്മളെന്തോ പറയാൻ പറ്റും? നമ്മളെന്തോ പറയാനാ? അവൻ പ്രത്യേകിച്ച് അവിടെ സ്വഭാവം അറിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശരിയല്ല. ഇവിടെ ശ്രദ്ധിച്ചോണേ. കുഞ്ഞിനെ അവള് നോക്കത്തില്ല, കാണത്തില്ല, ഒന്നും ചെയ്യത്തില്ല. കുഞ്ഞിനെ അമ്മച്ചി നോക്കിക്കോണേന്ന് വിളിച്ച് അവൻ പറയും. ഈ പെണ്ണിതാ ഈ തള്ളക്കാരി കാമുകന്മാർക്ക് വിളിയ. ആ
കുഞ്ഞിനെ സമയത്തിനും കാലത്തിനും കുളിപ്പിക്കത്തില്ല, നനയ്ക്കത്തില്ല, അതിന് തുള്ളി പാല് കൊടുക്കത്തില്ല, അതിന് ഭക്ഷണം കൊടുക്കത്തില്ല, യാതൊന്നും അവൾ ചെയ്യത്തില്ല. കുഞ്ഞിനെ കൊടുക്കുന്നില്ല, പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ തരും? കുഞ്ഞിനെ അവൾ നോക്കുന്നില്ല, ഞങ്ങൾക്ക് എങ്ങനെ തരും? ഞങ്ങൾ വയസ്സാം കാലത്ത് ഞങ്ങൾ ഇവിടെ കിടന്നു. കുഞ്ഞു ഉറങ്ങി. ഞാൻ കല്യാണത്തിന് പോകുന്നു പറഞ്ഞു നോക്കിട്ട് തള്ളം വിടുമെന്ന് എനിക്കറിയില്ല. എവിടെ എത്തി ഇപ്പോ? മറ്റേ ജോലിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തോളെ. നമ്മൾ ഈ നാട്ടിലോട്ട് ഇനി തിരിച്ചു വരുന്നില്ല, വരാൻ പറ്റില്ല. ഓ, ഞാൻ ഇവിടുന്ന് റെഡിയായി ആയിട്ട് വിളിക്കാം. ഓക്കെ, പെട്ടെന്ന് വരണേ. തള്ള കാണുന്ന വെച്ചാൽ ആളിനെ കൂട്ട് അതുകൊണ്ട് വരണം. ഓക്കെ, ഞാൻ റെഡിയായിട്ട് വിളിക്കാമേ. മാമി, ഞാൻ കല്യാണത്തിന് പോകുന്നു. മാമി, കല്യാണത്തിന് പോകുന്നു. ഉമ്മച്ചി കുഞ്ഞു ഉറങ്ങുമോ? മാമി, ഞാൻ പോയിട്ട് പെട്ടെന്ന് കൊണ്ടുപോകും. ഇല്ല, ഞാൻ കുഞ്ഞിനെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? ഉറങ്ങുന്ന കുഞ്ഞിനെ ഞാൻ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? പറ്റത്തില്ല. നിങ്ങൾ എന്ത് തോന്നി അങ്ങോട്ട് ഇട്ടിട്ട് എന്നെ പുറത്ത് പോയിട്ട്? അവനെല്ലാം ഈ മൊബൈലിൽ കണ്ടോണ്ടിരിക്കുക. ഗൾഫിൽ നിന്നോണ്ട് മൊബൈലിൽ വഴി എന്തോ കാണാനാ ഗൾഫില്? എങ്ങനെ? ഞാൻ കല്യാണത്തിന് എനിക്ക് പോയാൽ പറ്റും. ഞാൻ കല്യാണത്തിന് പോട്ടെ. കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി എവിടെ പോയാലും. ഇതെന്തൊരു കഷ്ടമാണ്. എനിക്ക് എന്റേതായ ജോലിയുണ്ട്. എനിക്ക് നിസ്കരിക്കണം, എനിക്ക് കുളിക്കണം, എനിക്ക് സമയമില്ല. സമയമില്ലാത്ത സമയത്താണ് നീ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകും. ഞാൻ കുളിച്ചിട്ട് എനിക്ക് നിസ്കരിക്കണം. തുറക്കുന്നില്ല. കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയി കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകും. നിങ്ങളൊന്ന് കഥ തുറക്കാം. എനിക്ക് കുഞ്ഞിപ്പോൾ എനിക്ക് കുളിക്കണം, നിസ്കരിക്കണം. എനിക്ക് കല്യാണത്തിന് കൂട്ടിട്ട് പെട്ടെന്ന് വരാമെന്നോ പറയുന്നത് കേൾക്ക്. നിങ്ങളൊന്ന് കഥ തുറന്നാണോ? നിങ്ങളൊന്ന് എന്തൊരു കഷ്ടമാണ് പറയാൻ. എനിക്ക് കൊണ്ടൊരു സംഭവം. ഈ ഒരു കുഞ്ഞു നടന്നതിന്റെ ഈ ഒരു കുഞ്ഞു കാരണം എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. എന്ത് ചെയ്യേണ്ടത്? ഇതിന് കാരണം എനിക്ക് എന്ത് ചെയ്യുമെന്ന് തോന്നുന്നു. ഹലോ എടാ, അവനെ ഇറക്കി വിടുന്നില്ല. എന്റെ മാമി പോയി ഡോറ് ലോക്ക് ചെയ്തു. എനിക്ക് ഇറങ്ങാൻ പറ്റുന്നതിന് ഒരു വഴി പറഞ്ഞു. ഞാനിപ്പോ എങ്ങനെയാ വരുന്നത്? എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ എങ്ങനെ വരുമെന്നൊന്ന് പറഞ്ഞതോ. ഇന്ന് വരാൻ പറ്റില്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഗൾഫിലിരുന്ന് എന്റെ ഫോണിൽ കൂടെ കണ്ടെന്ന് പറയുന്നു, കേട്ടെന്ന് പറയുന്നു. ഞാൻ ഇനി എപ്പോ ഇന്ന് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എനിക്കിനി പറ്റത്തില്ല ഒരിക്കലും. കുഞ്ഞിനെയോ? ശരി, അതിന് പോന്നിട്ടെങ്കിലും ഞാൻ വന്നിരിക്കുന്നു. ഉറപ്പായ കാര്യമായി. കുഞ്ഞു കാരണമാണ് ഞാൻ ഇവിടെ കിടന്ന് ഇത്രയും ക്രൂരത അനുഭവിക്കുന്നത്. എനിക്ക് വെളിയിൽ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും. ഓക്കെ, വെച്ചോ.
എങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും? ഹലോ എടാ, ഞാൻ കുഞ്ഞിനെ കൊന്നു. എനിക്കല്ലാതെ ഒരു വഴിയില്ല, എനിക്കല്ലാതെ ഒരു വഴിയില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നു. നീ പെട്ടെന്ന് പോ, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ആ തള്ള കണ്ടാൽ ഇപ്പോൾ പോലീസിനെ കൊണ്ടുപോകും. പിന്നെ എൻ്റെ ജീവിതം ജയിലിൽ നീ രക്ഷിക്കും. ഇല്ല, അങ്ങനെ പറയല്ലേ. ഞാൻ നിന്നോടുള്ള സ്നേഹം കാരണം ഞാൻ ഈ കുഞ്ഞിനെ കൊല്ലേണ്ടിയിരുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ വലുതും നീ ഓർത്തിട്ടല്ലേ ഞാനിപ്പോൾ അത് ചെയ്ത്. അങ്ങനെ പറയല്ലേ. നീ വന്നേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ നിന്റെ പേരും കൂടെ പറഞ്ഞു പോകും. നീ വരണം, നീ പെട്ടെന്ന് വരണം. എളുപ്പം വാ. അങ്ങനെ പറയല്ലേടോ. നീ അവസാന നിമിഷം കാല് മാറല്ലേ. ഞാൻ നിന്റെ കുഞ്ഞിനെ കൊന്നു നിനക്ക് വേണ്ടി. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് എൻ്റെ കുഞ്ഞിനെ കൊന്നു. എനിക്ക് പറ്റത്തില്ല. അവരിപ്പോൾ എന്നെ കാണും, എന്നെ ജയിലിലടയ്ക്കും. നീയല്ലേ എന്നോട് കൊല്ലാൻ പറഞ്ഞേ? നീയല്ലേ എന്നോട് കൊല്ലാൻ പറഞ്ഞേ? അവസാനം നീ ഇപ്പോൾ കാലം മാറുന്നോ? പറ്റത്തില്ല. ഈ കുഞ്ഞിനെ ഞാൻ കൊന്നു. എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊന്നു. എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊന്നടാ. നിന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് ഈ ലോകത്ത് നീ അല്ലാതായില്ല. ഇപ്പോൾ നീ എന്നെ രക്ഷിക്കണം. എന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം പ്ലീസ്. അങ്ങനെ പറയല്ലേ. ഇല്ല, നീ പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ കൊന്നത്. പറ്റത്തില്ല, നീ പെട്ടെന്ന് വാ. നീ വാ പ്ലീസ്. എന്നെ കൈവിടല്ലേ, എന്നെ കൈവിടല്ലേ, കൈവിടല്ലേ. നിനക്ക് വേണ്ടി ഞാൻ ഈ കുഞ്ഞിനെ കൊന്നു. നിനക്ക് വേണ്ടി. ഹലോ, എനിക്ക് പറ്റുന്നില്ല. അവർ ഡോർ കൂട്ടിയിട്ടിരിക്കുക, താക്കോൽ ഞാൻ എല്ലാവരും നോക്കിയിട്ട് കാണുന്നില്ല. ഞാനിനി എങ്ങനെ വരും? ഞാൻ നോക്കിട്ട് മുകളിൽ കയറിയിട്ട് എങ്ങനെയെങ്കിലും ഇറങ്ങാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അറിയില്ലോ.
ഒന്ന് പെട്ടെന്ന്